Hi everyone, welcome back to our YouTube channel. I am Marina Piraji. This is Eureka Crash Course Academy. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന പൊളിറ്റിക്കകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കാരണം ഇത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സോഴ്സസ് പറയുന്നതിന് മുന്നേ ഇപ്പോഴത്തെ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറയാം. നമുക്കറിയാം 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. എന്നായിരുന്നു അത് ഇനാക്ട് ആയത്? 26 ജാനുവരി 1950 ആണ്. ഓക്കെ ആണല്ലോ. ഞാനിത് ഒന്നുകൂടെ എപ്പോഴും എല്ലാ ക്ലാസ്സിലും ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് ടോട്ടൽ 395 ആർട്ടിക്കിൾസ്, 22 പാർട്സ് ആൻഡ് 7 ഷെഡ്യൂൾസ് ആയിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ടോട്ടൽ 103 അമെൻമെൻറ്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അത് കാരണം നൗ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇപ്പോൾ എത്രയുണ്ട്? 448 ആർട്ടിക്കിൾസ്, 25 പാർട്സ് ആൻഡ് 12 ഷെഡ്യൂൾസ് ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ടോട്ടൽ 448 ആർട്ടിക്കിൾസ്, 25 പാർട്സ് ആൻഡ് 12 ഷെഡ്യൂൾസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് ഇല്ല, നമുക്കറിയാം ആർട്ടിക്കിൾ 1, 2, 3 അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ടോട്ടൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ആർട്ടിക്കിൾ 395 വരെ നമ്മൾ ലാസ്റ്റ് പേജ് കാണാൻ പറ്റും. ഓക്കെ, ആർട്ടിക്കിൾസിനകത്ത് നമ്മൾ നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏതൊരു അമെൻമെൻറ്റ്സോ അല്ലെങ്കിൽ ഏതൊരു ലോയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ 81st അമെൻമെൻറ്റിനകത്ത് നമ്മൾ പുതിയൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻക്ലൂഡ് ചെയ്തു. ഏതാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഏതാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോൾ അത് നമ്മൾ ഏതിനകത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്? ആർട്ടിക്കിൾ 21A ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ആർട്ടിക്കിൾ 21A എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. കണ്ടോ, നമ്മൾ ഏതൊരു അമെൻമെൻറ്റോ ലോയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൽഫബറ്റിക് മാനറിലായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾസ് ഉണ്ട്, പാർട്സ് ഉണ്ട്, ഷെഡ്യൂൾസും ഉണ്ട്. ഓക്കെ ആണല്ലോ. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. നമ്മൾ ആർട്ടിക്കിൾസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസിൻ്റെ ക്ലാസ് എടുത്തിരുന്നു. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഓരോ ആർട്ടിക്കിളിനെ ഒരു സ്പെസിഫിക് ആയിട്ടാണ്, ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 12 to 35. ആർട്ടിക്കിൾ 12 to 35 എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 12 to 35 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് വൈസ് അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, പാർട്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പാർട്ട് 3 എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉൾപ്പെടുന്ന പാർട്ട് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്ന് ചോദിച്ചാൽ ഏതാണ്? പാർട്ട് 3 ആണ്. അപ്പോൾ പാർട്ട് 4 എന്താണ്? പാർട്ട് 4 DPSP ആണ്. പാർട്ട് 4 DPSP ആണ്. സോ ഓരോ പാർട്ടും ഓരോ സ്പെസിഫിക് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഷെഡ്യൂൾസ് ഉണ്ടല്ലോ. ഷെഡ്യൂൾസ് നമുക്കറിയാം. ആർട്ടിക്കിൾസ് അടുത്ത ഷെഡ്യൂൾസ്. ആർട്ടിക്കിൾസിനകത്ത് ഓരോ പ്രൊവിഷൻസിനെ കുറിച്ച് വേണം. അത് കൂടാതെ തന്നെ അഡീഷണൽ ഡീറ്റെയിൽസ്, ലിസ്റ്റ്, ഇതെല്ലാം ഇതിനകത്ത് നമ്മുടെ ഷെഡ്യൂളിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെഡ്യൂളിൻ്റെ 12 ഷെഡ്യൂളിനെ നമ്മുടെ ക്ലാസ് എടുത്തിരുന്നു. എന്താണ് ആ 12 നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ. കോഡ് എന്തായിരുന്നു? ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. ഓർമ്മയുണ്ടല്ലോ, മറക്കില്ല കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടിയേഴ്സ് ഓഫ് ഓൾഡ്. അപ്പോൾ ഷെഡ്യൂൾ 1 എന്തായിരുന്നു? ഷെഡ്യൂൾ 1 യൂണിയൻ ആൻഡ് ടെറിട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ ഷെഡ്യൂൾ 8 എത്രയായിരുന്നു? ഷെഡ്യൂൾ 8 എന്താണ്? ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നതാണ് ഷെഡ്യൂൾ 8. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്ത പേജിൽ ഇതുവരെ ടിൽ നൗ ഇന്ത്യ എത്ര? ടോട്ടൽ 124 അമെൻമെൻറ്റ്സ് പ്രൊപ്പോസ് ചെയ്തു. ടോട്ടൽ ഇതുവരെ ടിൽ നൗ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ടോട്ടൽ 124 അമെൻമെൻറ്റ് നമ്മൾ പ്രൊപ്പോസ് ചെയ്തത്. അതിൽ നിന്ന് 103 അമെൻമെൻറ്റ്
അമെൻമെൻറ്റ്സ് ആണ് പാസ്സാക്കിയിട്ടുള്ളത്. 103 അമെൻമെൻറ്റ്സ് ആണ് പാസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ 124 അമെൻമെൻറ്റ് പ്രൊപ്പോസ് ചെയ്തു. അതിനകത്തുനിന്ന് 103 അമെൻമെൻറ്റ്സ് ആണ് പാസ്സാക്കിയിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് ഏതാണ് പാസ്സാക്കിയത്? നമുക്കറിയാം 103ാമത്തെ അമെൻമെൻറ്റ് ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. ജനറൽ കാറ്റഗറിയിലെ എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ കൊടുക്കാനുള്ള അമെൻമെൻ്റ് ആണ് പാസ്സാക്കിയത്. എത്രാമത്തെയാണ്? 103ാമത്തെയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് ഒരു അൺനെസസറി പോയിന്റ്സ് പറയുന്നില്ല. എല്ലാം ഞാൻ പറയുന്ന എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യത്തോടെ നിങ്ങൾ ഈ ക്ലാസ് കാണണം. കാരണം ഓരോ ടോപ്പിക്ക്, ഓരോ പറയുന്ന പോയിന്റ് ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇതിന് ഏത് പ്രൊവിഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? 15 and 16 ഓഫ് ക്ലോസ് 6. ക്ലോസ് 6ൻ്റെ 15 and 16 ഈ 103rd അമെൻമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് ഇനി ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഇനി നമ്മൾ 1946-47 എന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്തേക്ക് നമുക്ക് പോകാം. എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്കറിയാം വേൾഡ്സ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? വേൾഡ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വേൾഡ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് 11 സോഴ്സസിൽ നിന്നാണ് ഓരോന്നായി എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് എന്തൊക്കെയാണെന്ന് പഠിക്കാം. അത് എല്ലാം കോഡ് പറയുന്നില്ല, കാരണം എല്ലാം കോഡ് പറഞ്ഞാൽ നിങ്ങൾ കോഡ് തന്നെ മറന്നുപോയി, ഏതൊക്കെയാണെന്ന് കൺഫ്യൂഷൻ. ചിലതൊക്കെ ഞാൻ കോഡ് പറയാം, ചിലതൊക്കെ എന്താണ് നിങ്ങൾ തന്നെ കാണാതെ പഠിക്കണം, ചിലതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കുക തന്നെ വേണം. ഈ വീഡിയോ 2-3 വട്ടം ഒന്ന് കണ്ടാൽ മതി, കാണുകയും ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ മതി. ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മൈൻഡിൽ ഇരിക്കും. ഒരാൾ പറഞ്ഞു തരുമ്പോഴായിരിക്കും നമ്മുടെ മൈൻഡിൽ കുറച്ചുകൂടി ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 11 ഇമ്പോർട്ടൻറ്റ് സോഴ്സസിൽ നിന്നാണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ. ആദ്യത്തേത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിനകത്തുനിന്ന് എന്തൊക്കെ എടുത്തു? ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ഇത് ഇത്രയുമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എടുത്തത്. പരീക്ഷയ്ക്ക് ചോദിക്കാം ഓഫീസ് ഓഫ് ഗവർണർ ഏതിനകത്തു നിന്നാണ് എടുത്തതെന്ന്. എവിടുന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ്. ഓക്കെ ആണല്ലോ. ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് എമർജൻസി പ്രൊവിഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ഇത് ഇത്രയും എടുത്തേക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ബ്രിട്ടീഷിൻ്റെ UK-യുടെ ഏതൊക്കെയാണ്? പാർലമെൻ്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, ബൈക്യാമറലിസം ആൻഡ് റിട്സ് ആൻഡ് പാർലമെൻ്ററി പ്രിവിലേജസ്. ഇതിനകത്ത് കുറച്ച് ഓർക്കാൻ വേണ്ടി ഞാൻ പറയാം, ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. പാർലി ബിസ്കൂട്ട് എന്ന് ഓർത്താൽ മതി. എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ചിലതിൻ്റെയൊക്കെ ഞാൻ കോഡ് പറഞ്ഞുതരാം, ജസ്റ്റ് ഓർത്ത് വെക്കാനായിട്ട്. ബാക്കി നിങ്ങളും കൂടെ പഠിക്കണം കേട്ടോ, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഓക്കെ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനകത്തു നിന്ന് എടുത്തേക്കുന്ന എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കോഡാണ്, ജസ്റ്റ് കുറച്ച് ഓർക്കാൻ വേണ്ടി കോഡാണ്. പാർലി ബിസ്കൂട്ട്, പാർലി ബിസ്കൂട്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പാർലി, PA, ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? പാർലമെൻ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പറയാനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി R എന്താണ് ഉദ്ദേശിക്കുന്നത്? റൂൾ ഓഫ് ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നതാണ് റൂൾ ഓഫ് ലോ. ഏതാണ്? ആർട്ടിക്കിൾ 14, ഇക്വാളിറ്റി ഓഫ് ലോ, നമുക്കറിയാലോ. നെക്സ്റ്റ് വൺ എന്താണ്? LE എന്താണ് ഉദ്ദേശിക്കുന്നത്? ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ LE, പാർലിയുടെ. PA എന്താണ്? പാർലമെൻ്ററി സിസ്റ്റം. R ഫോർ റൂൾ ഓഫ് ലോ. LE എന്താണ്? ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. BI എന്താണ്? ബൈക്യാമറലിസത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് BI. S എന്താണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ്.
എസ് എന്നാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റിട്സ്. റിട്സ് എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? ബ്രിട്ടീഷിൽ നിന്നാണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ് റിട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ടോട്ടൽ 5 റിട്സ് ഉണ്ട്. ഹൈക്കോർട്ടും സുപ്രീം കോർട്ടിനും ഈ 2 പേർക്കും നമുക്ക് റിട്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതിൻ്റെയൊക്കെ ക്ലാസ് പ്രത്യേകം വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പാർലി ബിസ്ക്യൂട്ട് ആണ് ബ്രിട്ടീഷ് എന്ന് ഓർത്ത് പറയുക. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തേക്കുന്നത് എന്താണ്? പാർലി ബിസ്ക്യൂട്ട്. PA ഫോർ പാർലമെന്ററി സിസ്റ്റം, R റൂൾ ഓഫ് ലോ, LE ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, BI ബൈക്യാമറലിസം ആൻഡ് ES ഉദ്ദേശിക്കുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. ഓക്കെ, ഇനി റിട്സും എടുത്തേക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കേട്ടോ. ഇത് കൂടാതെ ക്യാബിനറ്റ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ പാർലമെന്ററി പ്രിവിലേജസും എടുത്തേക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ US കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് 12 to 32 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 12 to 32 ആണ്. പാർട്ട് എത്രയാണ്? പാർട്ട് 3 ആണ്. പാർട്ട് 25 പാർട്സിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കോഡോട് കൂടി. മറന്നു പോകാതിരിക്കാൻ എല്ലാ പാർട്ടും പഠിക്കുന്ന ഒരു കോഡോട് കൂടിയിട്ടുള്ള വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണണം. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 12 to 32 ആണ് പറയുന്നത്. പാർട്ട് 3ലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എവിടെ നിന്നാണ് എടുത്തത്? US കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക്. CGL ചോദിച്ചാണ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ എത്രയായിരുന്നു? ആർട്ടിക്കിൾ 61 ആണ്. ആർട്ടിക്കിൾ 61 ആണ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജ്. റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ് എവിടെ നിന്നാണ്? US കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റിനെ കുറിച്ച് പറയുന്നത് US കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ പ്രിയാമ്പിൾ എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, judicial review, impeachment of president, removal of Supreme Court and High Court judges, post of vice president and preamble. ഇത് ഇത്രയും എടുത്തേക്കുന്നത് നമ്മുടെ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നാലാമത്തെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തേക്കുന്നതാണ് ഇത്. അത് പറയാൻ ഞാനൊരു കോഡ് പറഞ്ഞുതരാം. Ellis DP is number 1. Ellis DP is നമുക്ക് എല്ലാവർക്കും അറിയാം. DP നമ്മൾ സാധാ വാട്സപ്പിലൊക്കെ നമ്മൾ പറയുന്നതാണ് DP കൊള്ളാമെന്നൊക്കെ പറയുന്നല്ലേ. അപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ Ellis DP is number 1. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തേക്കുന്നതിൻ്റെ കോഡാണ് എന്താണ്? Ellis DP is number 1. എലി മീൻസ് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആണ് എലീസ് എന്നുള്ള ആദ്യത്തെ ലെറ്റർ. DP മീൻസ് എന്താണ്? DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് ഈ DP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എത്രാമത്തെ പാർട്ടാണ്? പാർട്ട് 4 ആണ് കേട്ടോ. പാർട്ട് 4. എലീസ് DP ഈസ് നമ്പർ 1. ഈ നമ്പർ 1 എന്നുള്ള ഇതെന്താണ്? നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയാണ് ഉദ്ദേശിക്കുന്നത്. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയാണ് ഉദ്ദേശിക്കുന്നത്. Ellis DP is number 1. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോഡ് എന്താണ്? Ellis DP is number 1. എന്തൊക്കെയാണ്? എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, DP means DPSP, and third one number means nomination of members of രാജ്യസഭ. ഓക്കെ ആണല്ലോ, മറന്നു പോകത്തില്ലല്ലോ. ഈ നെക്സ്റ്റ് വൺ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുനിന്നുള്ളത് ഏതൊക്കെയാണ്? ഇതിന് ഞാനൊരു കോഡ് പറയാം. Can I know Fed's address? Okay, can I know Fed's address? ഇതാണ് കോഡ്. Can means കാനഡ. എവിടെ നിന്നാണെന്നുള്ള ഓർക്കാൻ വേണ്ടിയിട്ട് കൂടെ ചേർത്തയാണ് കേട്ടോ. Can means കാനഡ. കാനഡയിൽ നിന്ന് എടുത്തേക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കുക. Can I know Fed's address? Can means കാനഡ. ഫെഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ? ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻറ്റർ ആണ് ഈ ഫെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്രസ്സിൻ്റെ ഈ AD എന്താണ്? അഡ്വൈസറി ജൂറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ആർട്ടിക്കിൾ 143 ആണ്.
ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 143 ആണ്. ഓക്കെ, അഡ്വൈസറി ജുഡിഷ്യൻ ഓഫ് സുപ്രീം കോർട്ടാണ് ഈ AD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ RESS കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെസ്റ്റിംഗ് ഓഫ് റെസിഡ്യൂറി പവർ ഇൻ ദ സെന്റർ. റെസിഡ്യൂറി പവർ ഇൻ ദ സെന്ററിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? അപ്പോയിൻമെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ ബൈ ദ സെന്റർ. ES എന്താണ്? സ്റ്റേറ്റിലെ ഗവർണറിന്റെ അപ്പോയിൻമെന്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഏതാണ്? അത് എവിടെ നിന്നാണ്? കനേഡിയയിൽ നിന്നാണ് എടുത്തത്. ക്യാൻ നോ ഫെഡ്സ് അഡ്രസ്. ക്യാൻ മീൻസ് കാനഡ, ഫെഡ് മീൻസ് ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ, ആൻഡ് AD ഉദ്ദേശിക്കുന്നത് അഡ്വൈസറി ജുഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ആൻഡ് RE എന്നാണ് ഉദ്ദേശിക്കുന്നത്? റെസിഡ്യൂറി പവർ ഇൻ ദ സെന്റർ. ആൻഡ് ES ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഗവർണറിന്റെ അപ്പോയിൻമെന്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഓക്കെ, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ, vesting of residuary power in the center, and appointment of state governor by the center, also advisory jurisdiction of Supreme Court. Okay ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ ആറാമത്തെ സോഴ്സ് എന്താണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് ഓസ്ട്രേലിയ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ഓസ്ട്രേലിയ. ഓക്കെ ആണല്ലോ. ആ ഓസ്ട്രേലിയക്കകത്ത് തന്നെ ഉണ്ട് TRA. ഈ TRA എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രേഡ് എന്ന് അങ്ങ് ഓർത്താൽ മതി. TRA, ട്രേഡ്. അപ്പോൾ ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എടുത്തേക്കുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയക്കകത്താണ്. അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ് നമുക്കറിയാം. എത്രാമത്തെ ലിസ്റ്റാണ്? തേർഡ് ലിസ്റ്റാണ്. എത്രാമത്തെ ഷെഡ്യൂളാണ്? സെവൻത് ഷെഡ്യൂളിലെ തേർഡ് ലിസ്റ്റാണ്. നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ തേർഡ് കൺകറന്റ് ലിസ്റ്റ് ആണ്. അപ്പോൾ TRA, ആ T ഉദ്ദേശിച്ചാൽ മതി. ഈ T തന്നെയാണ് നമ്മുടെ തേർഡ് എന്ന് അങ്ങ് ഓർത്താൽ മതി. ഓസ്ട്രേലിയയുടെ തേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റ് എവിടെയാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അതുപോലെ TRA, ട്രേഡ്, ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എടുത്തേക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ ഒരു ജോയിനിങ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ഓഫ് പാർലമെന്റ് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തേക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ഓഫ് പാർലമെന്റ് ആൻഡ് ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇത്രയും എടുത്തേക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ ജർമ്മനി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. നമുക്കറിയാം ഹിറ്റ്ലർ എവിടുത്തെ? ഹിറ്റ്ലർ ബിലോങ്സ് ടു ജർമ്മനിയാണെന്ന്. വേൾഡ് വാറിൻ്റെ ഒക്കെ സമയത്ത് നമുക്കറിയാം ഒരുപാട് എമർജൻസി പുള്ളിക്കാരൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്താൽ മതി. ഹിറ്റ്ലർ ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ എമർജൻസി പുറപ്പെടുവിക്കുന്ന എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. നമ്മൾ ഒന്ന് ഓർത്താൽ മതി. ഓക്കെ ആണല്ലോ. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി അത് എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? ജർമ്മനിയിൽ നിന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഫ്രഞ്ച് നമുക്കൊന്ന് എഴുതുക. ഫ്രഞ്ച് മീൻസ് ഫ്രാൻസിനെയാണ് നമ്മൾ ഈ ഫ്രഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ R എന്താണ് സൂചിപ്പിക്കുന്നത്? റിപ്പബ്ലിക് എന്നുള്ളത് എടുത്തേക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനകത്ത് F എന്താണ്? ഫ്രട്ടേണിറ്റി. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ പറയാം ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി. ഒരുമിച്ച് പറയാമല്ലോ. ഫ്രട്ടേണിറ്റി. F ഓർത്താൽ മതി. ബാക്കിയെല്ലാം ഒരേപോലെ അങ്ങ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഫ്രാൻസിൻ്റെ F സൂചിപ്പിക്കുന്ന ഫ്രട്ടേണിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റി. ഇതെല്ലാം പ്രിയാമ്പിളിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കുന്നതാണ്. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫ്രാൻസിൽ നിന്നാണ് കേട്ടോ. റിപ്പബ്ലിക്കും എവിടെ നിന്ന് തന്നെ. അപ്പോൾ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനകത്തു നിന്ന് എന്തൊക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത്? റിപ്പബ്ലിക് ആൻഡ് ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ. ഓക്കെ, ഇനി ഒമ്പതാമത്തെ നമുക്കറിയാം സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ എന്തൊക്കെയാണ് എടുത്തേക്കുന്നത്? നമുക്കറിയാം ഗാന്ധിജി 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നു. ഭേദഗതിയൊക്കെ അമെൻമെന്റ്സ് ഒക്കെ മാറ്റം വരുത്താനൊക്കെ പുള്ളിക്കാരൻ വന്ന് നമ്മൾ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഗാന്ധിജി 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. ഓക്കെ ആണല്ലോ. കുറച്ച് അമെൻമെന്റ്സ് ഒക്കെ നടത്താൻ വേണ്ടി ഇത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പ്രൊസീജിയർ ഫോർ അമെൻമെന്റ്സ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എടുത്തേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രൊസീജിയർ ഫോർ അമെൻമെന്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് എടുത്തത്? സൗത്ത് ആഫ്രിക്ക. നെക്സ്റ്റ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ജപ്പാൻ
ഈ ജപ്പാൻ്റെ പി അങ്ങ് റിമൂവ് ചെയ്താൽ എന്താണ്? ജാൻ. ഹിന്ദിക്കകത്ത് ജാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് എന്നാണ്. ഹിന്ദിക്കകത്ത് ജാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദി മീനിങ് ജാൻ്റെ മീനിങ് ലൈഫ് എന്നാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രൊസീജിയർ എക്സ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അത് ഓർത്താൽ മതി. അപ്പോൾ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ജപ്പാൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തേക്കുന്നത്? പ്രൊസീജിയർ എക്സ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 21. ജപ്പാൻ്റെ പി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജാൻ മീൻസ് ലൈഫ് എന്നാണ്. ആർട്ടിക്കിൾ 21 ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചാൽ നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല. നെക്സ്റ്റ് വൺ, ലാസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, USSR. റഷ്യയും നമ്മൾ എടുത്തേക്കുന്നത് എന്നാ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻ പ്രിയാമ്പിൾ. ഇത്രേ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് തിരിഞ്ഞു പോലെ കേട്ടോ. ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും തിരിഞ്ഞു പോലെ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്തേക്കുന്ന USSR റഷ്യയിൽ നിന്നും, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്തേക്കുന്ന എവിടെ നിന്നാണ്? US നിന്നുമാണ്. തിരിഞ്ഞു പോലെ കേട്ടോ. അപ്പോൾ USSRൽ നിന്ന് എടുത്തതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും അതുപോലെ തന്നെ ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക് ഇൻ പ്രിയാമ്പിൾ. ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സസ്. ഈ 11 സോഴ്സിൽ നിന്നാണ് നമ്മുടെ വേൾഡിൽ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനായ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.